കുറച്ച് പേരൂടെ അവന്മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ന്യൂസ് വരുമ്പോൾ കുറച്ച് പബ്ലിസിറ്റി ആവുമല്ലോ. അപ്പോൾ എന്ത് തന്തയില്ലായ്മയും കാണിക്കും, സ്വന്തം തന്തയെ വരെ മാറ്റി പറയാം. അങ്ങനത്തെ ഒരു നിലപാട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോന്നിവാസമാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രഞ്ജിത എന്ന് പറയുന്ന ആ പെൺകുട്ടി, ഒരു പാവം പിടിച്ച വീട്ടിലെ പെൺകുട്ടി, അതിന് ഒരു ജോലി വേണം, വീട് വെക്കണം, വീട്ടിലുള്ളവരെ നന്നായിട്ട് നോക്കാൻ പറ്റണം, ഡോക്ടറാണ്. അപ്പോൾ പുറത്തേക്ക് പോയി കുടുംബം നല്ല രീതിയിൽ നോക്കാം, നല്ലൊരു സാലറി കിട്ടട്ടെ, കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരുപാട് സ്വപ്നങ്ങളോട് കൂടി പോയതാണ്. ഒരാൾ മാത്രമല്ല, അതിലുണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം യാത്രയ്ക്ക് മുൻപ് പങ്കുവെച്ച വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ പോയ ഒരു മലയാളി യുവതി, ആ യുവതി അവിടെ മരണപ്പെട്ട് കിടക്കുമ്പോൾ നായർ സ്ത്രീ അവിടെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്, ജാതി പറഞ്ഞുകൊണ്ട് പരസ്യമായി അവഹേളിച്ച ഒരു ഡെപ്യൂട്ടി തഹസിൽദാറിനെ തന്തയ്ക്ക് പിറക്കാത്തവനെന്നല്ലാതെ വേറെ എന്ത് നമ്മളെ കൊണ്ട് വിളിക്കാൻ സാധിക്കും? ഇതിനപ്പുറത്തെ തെറിയവനെ വിളിക്കണം. ഞാൻ എൻ്റെ സംസ്കാരം അതിന് അങ്ങോട്ട് അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഇവനെ ഞാൻ അത് വിളിക്കുന്നില്ല. സ്വന്തമായിട്ടൊരു പിതാവില്ലാതെ ജനിച്ചു പോയ പാവം പിടിച്ചൊരു മനുഷ്യൻ്റെ ഒരു രോദനമാണ് നമ്മൾ ആ കമൻറ്റ് ബോക്സിലൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ്